ശ്രീ ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ 6-ാമത്തെ ശ്ലോകം. ദുഗ്ധൈർമധ്വാജ്യയുക്തൈ ദധിഗുഡസഹിതൈ സ്നാപിതം നൈവലിംഗം. അപ്പം താൻ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലല്ലോ എന്നോർത്ത് പരിതപിക്കുകയാണ്. ആ അപരാധങ്ങളൊക്കെ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദുഗ്ധൈഹി, അവിടെ ഏകവചനമാണ് യുക്തം എങ്കിലും പല പ്രാവശ്യം ചെയ്യുന്ന ദുഗ്ധാഭിഷേകം മാനിച്ചിട്ടായിരിക്കാം ബഹുവചന പ്രയോഗം. നമുക്കർത്ഥം പറയുമ്പോൾ ഏകവചനത്തിലേ പറയാൻ പറ്റൂ. പാലിനെ കൊണ്ട്, എങ്ങനെയുള്ള പാല്? മധ്വാജ്യയുക്തമായ, മധു, തേൻ, ആജ്യം, നെയ്യ്, തേൻ, നെയ്യ് തുടങ്ങിയവ ചേർത്തുള്ള പാല്. എങ്ങനെയുള്ള? ദധി ഗുഡ സഹിതൈഹി, ദധി തൈര്, ഗുഡം ശർക്കര, ഇവയൊക്കെ ചേർത്തിട്ട് ന സ്നാപിതം ലിംഗം, ശിവാർച്ചനയ്ക്കുള്ള ഉപാധിയാകുന്ന ശിവലിംഗം എന്നാൽ കുളിപ്പിക്കപ്പെട്ടില്ലല്ലോ. ഇത്തരം വിവിധങ്ങളായ അഭിഷേകദ്രവ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ശർക്കര, തൈര്, പാല്, നെയ്യ്, തേൻ തുടങ്ങിയ വസ്തുക്കളെ ഉപയോഗിച്ച് എന്നാൽ ന സ്നാപിതം, കുളിപ്പിക്കപ്പെട്ടില്ല, അഭിഷേകം ചെയ്യപ്പെട്ടില്ല. നോ ലിപ്തം ചന്ദനാദ്യൈ കനകവിരചിതൈ പൂജിതം ന പ്രസൂനൈ. നോലിപ്തം ചന്ദനാദ്യൈ, ചന്ദനം തുടങ്ങിയവയാൽ ന ലിപ്തം, ലേപനം ചെയ്യപ്പെട്ടില്ല. അപ്പോൾ അഭിഷേകം ചെയ്ത ശേഷം ചന്ദനം കൊണ്ട് ലേപനം ചെയ്യുന്നു ശിവലിംഗത്തെ. അങ്ങനെ ചന്ദനാദ്യൈഹി, ചന്ദനം തുടങ്ങിയ വസ്തുക്കളാൽ ലേപനം ചെയ്യപ്പെട്ടില്ല. കനകവിരചിതൈഹി പ്രസൂനൈഹി ന പൂജിതം, കനകവിരചിതങ്ങളായ, കനകം സ്വർണം, സ്വർണത്തിൻ്റെ അലങ്കാരങ്ങൾ, ആ സ്വർണാലങ്കാരങ്ങളോടുകൂടി പ്രസൂനൈഹി, പുഷ്പങ്ങളെ കൊണ്ട് ഞാൻ പൂജിച്ചില്ല. ഇപ്പോൾ ഭഗവാന്റെ പൂജോപാധിയായ ലിംഗത്തെ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് അലങ്കരിച്ച്, അല്ലെങ്കിൽ സ്വർണ്ണ അലങ്കാരങ്ങളെ കൊണ്ട് അലങ്കരിച്ച്, പുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ചില്ലല്ലോ യഥാസമയത്ത്. ധൂപൈ കർപ്പൂരദീപൈർ വിവിധരസയുതൈർനൈവ ഭക്ഷ്യോപഹാരൈ. പിന്നെയോ ധൂപങ്ങളെ കൊണ്ട് ഞാൻ പൂജിച്ചില്ല. അപ്പോൾ ഉപചാര സമർപ്പണങ്ങളിൽ സർവോപചാരങ്ങളും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട ഉപചാരങ്ങളെങ്കിലും, ധൂപദീപ നൈവേദ്യങ്ങൾ, അതുപോലും വേണ്ടതുപോലെ ചെയ്തില്ല. അതാണ് ധൂപൈഹി, ധൂപങ്ങളെ കൊണ്ട്. കർപ്പൂരദീപൈഹി, കർപ്പൂരദീപങ്ങളെ കൊണ്ട്. വിവിധരസയുതൈഹി ഭക്ഷ്യോപഹാരൈഹി, വിവിധ രസയുക്തങ്ങളായ ഭക്ഷ്യോപഹാരങ്ങളെ കൊണ്ട്. ഏറ്റവും പ്രാഥമികമായ ധൂപ ദീപ നൈവേദ്യങ്ങളെയാണ് പറയുന്നത്. ഇപ്പം ധൂപങ്ങളെ കൊണ്ട് പൂജിച്ചില്ല, ദീപങ്ങളെ കൊണ്ട് പൂജിച്ചില്ല, നൈവേദ്യ സമർപ്പണം ചെയ്തില്ല. ആ നൈവേദ്യത്തെ പറയുകയാണ് വിവിധ രസയുതൈഹി ഭക്ഷ്യോപഹാരൈഹി, വിവിധ രസയുതങ്ങളായ. ദേവപൂജയ്ക്ക് എല്ലാ രസങ്ങളോടും കൂടിയ ഉപഹാരങ്ങളെ ചെയ്യുന്നു. താൻ എന്താണോ ഭക്ഷിക്കുന്നത് അതുതന്നെയാണ് പിതൃക്കൾക്കും ദേവതകൾക്കും വിഹിതങ്ങളായിട്ടുള്ളത്. അപ്പോൾ വിവിധ രസയുതങ്ങളായി താൻ ശ്രേഷ്ഠമായി മാനിക്കുന്ന ദ്രവ്യങ്ങളെ പൂജാർത്ഥം സമർപ്പണം ചെയ്യണം. അതുണ്ടായില്ല. ഇതൊക്കെ ഇന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇനി എന്ത് പറയാനാ? ഒന്നും പറയാനൊക്കില്ല. കാരണം ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്തില്ല. ആ സമയത്ത് എന്തൊക്കെ ചെയ്തു? അതാണ് ആദ്യത്തെ 4 ശ്ലോകങ്ങൾ പറഞ്ഞത്. ശൈശവത്തിലും ബാല്യത്തിലും അതുപോലെ യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ ഭഗവത് തത്വത്തെ തന്നെ വിസ്മരിച്ച് തീർത്തും വൈഷയികമായ വിഷയങ്ങളുടേതായ മേഖലയിൽ വിഹരിച്ചതാണ്. അതിനെക്കുറിച്ച് ഓർമ്മിച്ച് കാലം കഴിച്ചതാണ്. ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല.
ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ദുഃഖിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തേ പറയാനുള്ളൂ? ക്ഷന്തവ്യോ മേ പരാധ, എൻ്റെ അപരാധം ക്ഷമിക്കണമേ. ശിവ ശിവ ശിവഭോ, എല്ലാ ശ്ലോകങ്ങളിലും ഒരേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. തൻ്റെ ഉദ്വേഗത്തെ, ചക്കിതഭാവത്തെ ഒക്കെ എടുത്ത് കാണിക്കുകയാണ്. ശിവ 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 ഭോ, അത്യാദരവിനെ കാണിക്കുന്ന സംബോധനയാണ്. ശ്രീ മഹാദേവശംഭോ ക്ഷമിക്കണമേ എന്ന് പറയുന്നു. തുടർന്ന് നോ ശക്യം സ്മാർത്തകർമ്മ പ്രതിപദഗഹന പ്രത്യവായാകുലാഖ്യം ശ്രൗതേ വാർത്താ കഥം മേ ദ്വിജകുലവിഹിതേ ബ്രഹ്മമാർഗാനുസാരേ നാസ്ഥാധർമ്മേ വിചാരശ്രവണമനനയോഃ കിം നിദിധ്യാസിതവ്യം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവശംഭോ. നോ ശക്യം സ്മാർത്തകർമ്മ പ്രതിപദ ഗഹന പ്രത്യവായാകുലാഖ്യം. പ്രതിപദ ഗഹന പ്രത്യവായാകുലാഖ്യം സ്മാർത്തകർമ്മ ന ശക്യം. പ്രതിപദം അതിഗഹനവും പ്രത്യവായാകുലവുമായ സ്മാർത്തകർമ്മങ്ങളെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണ് പ്രതിപദ ഗഹന പ്രത്യവായാകുലാഖ്യം എന്ന് പറഞ്ഞാൽ? പ്രതിപദം, ഓരോ പദത്തിലും അങ്ങേയറ്റം ഗഹനമാണ് ചെയ്ത് പൂർത്തിയാക്കാൻ. സ്മാർത്തകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സ്മൃതിവിഹിതങ്ങളായ കർമ്മങ്ങൾ. പോരെങ്കിൽ അവ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ പ്രത്യവായം, അതിന് പാപം വന്നു ചേരും. അത്ര കഠിനങ്ങളാണ്. അങ്ങനെയുള്ള സ്മാർത്തകർമ്മങ്ങളെ വേണ്ട സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ശ്രൗതമാണോ? അതും ചെയ്തില്ല. അപ്പോൾ ശ്രൗതസ്മാർത്താദി യജ്ഞങ്ങളെ വേണ്ട സമയത്ത് ചെയ്തില്ല എന്ന് പരിതപിക്കുകയാണ്. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.